2026 ഇന്ത്യയുടെ വർഷമാണ്. പുതുവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇന്ത്യയുടെ ഉജ്ജ്വല നീക്കങ്ങളാണ് ഓരോ ദിവസവും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യ വളർച്ചയ്ക്കായുള്ള ബ്രഹ്മാണ്ഡ നീക്കങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ രാജ്യം വിമാനങ്ങൾ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ്. കിടിലൻ യുദ്ധവിമാനങ്ങളും പടുകൂറ്റൻ യാത്രാ വിമാനങ്ങളും അടക്കം നമ്മുടെ രാജ്യത്ത് നമ്മൾ സ്വന്തമായി നിർമ്മിച്ചെടുക്കുന്ന ഘടകങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുക. ഇതാ ഇപ്പോൾ പുതിയൊരു വലിയ വാർത്ത പുറത്തേക്ക് വരികയാണ്. രാജ്യം ബ്രസീലുമായി കൈകോർക്കുകയാണ്. എന്തിനാണ് ഇന്ത്യ ബ്രസീലുമായി ചങ്ങാത്തത്തിൽ ഏർപ്പെടുന്നത്? പറഞ്ഞുതരാം. ഇന്ത്യയിൽ വിമാനങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ബ്രസീലുമായുള്ള ഈ ഒരു കൂട്ടുകെട്ട്. ഇന്ത്യയിലെ അദാനി ഗ്രൂപ്പും ബ്രസീലിലെ വിമാന നിർമ്മാണ കമ്പനിയായ എംബ്രയർ എന്ന കമ്പനിയുമാണ് വിമാന നിർമ്മാണത്തിനായി കൈകോർത്തിരിക്കുന്നത്. അദാനി ഗ്രൂപ്പ് ബ്രസീലിയൻ വിമാന നിർമ്മാതാക്കളായ എംബ്രയറുമായി ചേർന്ന് ഇന്ത്യയിൽ ചെറു വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിലേക്കുള്ളത്. എംബ്രയർ എന്ന ബ്രസീലിയൻ വിമാന കമ്പനി ഡൽഹിയിൽ ഒരു ഓഫീസും ഇതിനോടകം തുറന്നു കഴിഞ്ഞു. എന്തായാലും അദാനി ഗ്രൂപ്പും കൂടി ഈ ഒരു വിമാന നിർമ്മാണ മേഖലയിലേക്ക് ഇറങ്ങിയത് രാജ്യത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നതാണ് വിശ്വസിക്കേണ്ടത്. ഈ വിമാന നിർമ്മാണത്തിലൂടെ എന്താണ് ലക്ഷ്യം വെക്കുന്നത് പരിശോധിക്കാം. ഇന്ത്യയിൽ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ചെറു വിമാനങ്ങൾ അഥവാ റീജിയണൽ എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കുക എന്നതാണ് പ്രധാനമായ ലക്ഷ്യം. ബ്രസീലിയൻ കമ്പനിയായ എംബ്രയർ ഇന്ത്യയുടെ ഈ നീക്കങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയാണ് ഇതുവരെ ചെയ്തത് പരിശോധിക്കാം. ഇന്ത്യയുടെ ഈ ഒരു ഉഗ്രൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട എംബ്രയർ കമ്പനിയുടെ നടപടികൾ പരിശോധിക്കുകയാണെങ്കിൽ എംബ്രയർ 2025 ഒക്ടോബറിൽ ഡൽഹിയിൽ ഒരു ഓഫീസ് തുറന്നിട്ടുണ്ട് എന്നതാണ്. ഇത് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള എംബ്രയർ കമ്പനിയുടെ താല്പര്യമാണ് എടുത്തു കാണിക്കുന്നത്. അതുപോലെ തന്നെ അദാനി ഗ്രൂപ്പിന്റെ പ്ലാനുകൾ എന്തൊക്കെയാണ് പരിശോധിക്കാം. രാജ്യ പുരോഗതിക്ക് ഉതകുന്ന തരത്തിലുള്ള വമ്പൻ പദ്ധതികളുമായാണ് അദാനി ഗ്രൂപ്പിന്റെ വരവ്. അദാനി ഗ്രൂപ്പ് വിമാനത്താവളങ്ങൾ, വ്യോമ ഗതാഗതം, അതുപോലെ തന്നെ വിമാന നിർമ്മാണം എന്നിവയിൽ വലിയ നിക്ഷേപം നടത്താനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. ഇത് രാജ്യത്തിന്റെ വ്യോമയാന മേഖലയെ വലിയ വളർച്ചയിലേക്ക് നയിക്കുമെന്നതാണ്. ഇനി ഈ ഒരു പദ്ധതി വരുന്നതിലൂടെ ഉണ്ടാകുന്ന സാധ്യതകൾ അല്ലെങ്കിൽ തുറക്കപ്പെടുന്ന സാധ്യതകൾ എന്തൊക്കെയാണ്? സിമ്പിളായി തന്നെ പറഞ്ഞു തരാം. ഇന്ത്യ ബ്രസീൽ സഹകരണം ഇന്ത്യയിൽ വിമാന നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ പുതിയ ഒട്ടനവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വഴി തുറക്കുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് കൂടാതെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത എന്തെന്നാൽ ഈ വാർത്തകൾ സൂചിപ്പിക്കുന്നത് അദാനി ഗ്രൂപ്പ് കേവലം വിമാനത്താവളങ്ങളുടെ നടത്തിപ്പിൽ മാത്രം ഒതുങ്ങാതെ വിമാന നിർമ്മാണത്തിലും വ്യോമയാന വ്യവസായത്തിന്റെ വിവിധ മേഖലകളിലും സജീവമാകാൻ ഒരുങ്ങുന്നു എന്നതാണ്. അനുദിനം അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നതാണ് ഇന്ത്യയുടെ വ്യോമയാന മേഖല. അതിവേഗം വർദ്ധിച്ചു വരുന്ന യാത്രക്കാരുടെ ഗതാഗത സൗകര്യവും അതുപോലെ തന്നെ കണക്ടിവിറ്റി ആവശ്യങ്ങളും നിറവേറ്റുന്നതിന് വരുന്ന 20 വർഷത്തിനുള്ളിൽ ഏകദേശം 500 പ്രാദേശിക ജെറ്റുകൾ രാജ്യത്തിന് ആവശ്യമാണ്. ഇക്കാര്യങ്ങൾ മുഖവിലക്കെടുത്ത് പുറത്തു നിന്നുമുള്ള ഇറക്കുമതിയിൽ കുറയ്ക്കുകയും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിന്ന് തന്നെ വിമാന നിർമ്മാണ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്നതിലൂടെ ചിലവ് കുറയ്ക്കാനും അതുപോലെ തന്നെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വഴിയൊരുക്കാനും സാധിക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ബോയിങ് അതുപോലെ തന്നെ എയർബസ് പോലെയുള്ള ഭീമന്മാരാണ് ഇന്ത്യൻ വിമാന കമ്പനികളിലേക്കുള്ള ഡെലിവറിയിൽ ആധിപത്യം പുലർത്തുന്നത്. അദാനി ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ ഈ ഒരു പദ്ധതി തുടങ്ങിക്കഴിഞ്ഞാൽ 6 പ്രധാന വിമാനത്താവളങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും വേണ്ട സൗകര്യങ്ങൾ അതുകൂടാതെ തന്നെ ഉൽപാദനം നടത്തുന്നതിനുള്ള സൗകര്യവും സൃഷ്ടിക്കാനാണ് ഇപ്പോൾ ബ്രസീലുമായി രാജ്യം കൈകോർത്തിരിക്കുന്നത്. ഇതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു വമ്പൻ കാര്യമുണ്ട് കേട്ടോ. ബ്രിട്ടീഷ് എയറോസ്പേസ് ഭീമനായ റോൾസ് റോയ്സ് എന്ന വമ്പൻ കമ്പനി ഇന്ത്യൻ മാർക്കറ്റ് നോട്ടമിട്ടിരിക്കുകയാണ്. അതെ, ഇന്ത്യയുടെ അനുദിനം വളരുന്ന മാർക്കറ്റിൽ ബ്രിട്ടീഷ് ഭീമന്മാർ വരെ തല കുമ്പിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാനാവുന്നത്. വെറുതെ വന്ന് ഇവിടെ വ്യവസായം ആരംഭിച്ചു കളയാമെന്നുള്ള പദ്ധതിയല്ല, മറിച്ച് ഇന്ത്യ റോൾസ് റോയ്സിന്റെ 3ാമത്തെ ഹോം മാർക്കറ്റായി മാറ്റാൻ വേണ്ടിയുള്ള വലിയ ആഗ്രഹമാണ് ഇപ്പോൾ റോൾസ് റോയ്സ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം മറ്റൊരു വമ്പൻ കരാർ അന്തിമമാക്കാൻ ഒരുങ്ങുകയാണ്. 3.25 ലക്ഷം കോടിയുടെ ഭീമൻ കരാറാണത്. ഈ ഒരു കരാറിന് കീഴിൽ ഇന്ത്യ മഹാരാജ്യം ഫ്രാൻസിന്റെ റഫാൽ യുദ്ധവിമാനങ്ങൾ സ്വന്തമായി നമ്മുടെ നാട്ടിൽ തന്നെ നിർമ്മിക്കുമെന്നതാണ് അഭിമാനത്തോടു കൂടി എടുത്തു പറയാൻ സാധിക്കുന്നത്. ഈ ഒരു പദ്ധതിക്ക് കീഴിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തദ്ദേശീയ ഉള്ളടക്കത്തിന്റെ തോത് വലിയ രീതിയിൽ തന്നെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. നേരത്തെയൊക്കെ നമ്മുടെ തദ്ദേശീയ ഉള്ളടക്കം എന്നത് 30% ഇപ്പോഴത് 60 മുതൽ 80% വരെയാക്കി വലിയ രീതിയിൽ ഉയർത്തിയിട്ടുണ്ട് എന്നത് രാജ്യത്തിന് വളരെ നേട്ടമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ എല്ലാ മേഖലകളിലേക്കും ലോകരാജ്യങ്ങളുടെ കണ്ണ് ഉണ്ട് എന്നത് എടുത്തു തന്നെ പറയണം.